ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് പറയാനുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വളരെയേറെ പ്രാധാന്യമുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ 139 വർഷം മുമ്പ് നിർമ്മിച്ച ടവർ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ ഭാഗങ്ങളാകെ വളരെ അപകടകരമായ നിലയിലാണ് എന്ന് പാലക്കാട് ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ 2 വർഷം മുമ്പ് ഇത് ഉപയോഗശൂന്യമായി മാറിയതാണ്, ഇത് മാറ്റേണ്ടതാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. പല പ്രാവശ്യം അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം നടന്നെങ്കിലും അവസാനം വളരെ അപകടകരമായ രീതിയിൽ അത് തകർന്ന് വീഴുന്ന നിലയാണ് ഉണ്ടായത്. 3 പ്ലാറ്റ്ഫോമുകളെ ആകെ ബാധിക്കുന്ന നിലയിൽ യഥാർത്ഥത്തിൽ അത് തകർന്ന് വീണപ്പോൾ വണ്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരും അവിടെ ഇല്ലാതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടത്. ഇപ്പോഴ് ഇത് പറയുന്നത് 139 വർഷക്കാലം പഴക്കമുള്ള ടവർ 2 വർഷം മുമ്പ് തന്നെ തകർന്നു വീഴുമെന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റാൻ തീരുമാനിച്ചിട്ടും അത് മാറ്റാതിരുന്ന അനാസ്ഥ വളരെ ഗൗരവമുള്ള ഒന്നാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലുള്ള 200 നിർമ്മിതികൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ട്. 200 എണ്ണം. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ നിർമ്മിതികൾ വളരെ പഴക്കമുള്ള, നേരത്തെ പറഞ്ഞ 139 വർഷം ഉൾപ്പെടെ പഴക്കമുള്ള ഈ കെട്ടിടങ്ങൾ വളരെ വളരെ ദുർബലമായി നിൽക്കുകയാണ്. മഴയും മറ്റു കാര്യങ്ങളെല്ലാം വന്നാൽ അപകടസ്ഥിതി വളരെ കൂടുതലായി. അതുകൊണ്ട് അടിയന്തരമായി ഒരു പ്രത്യേക ടീമിൻ്റെ ഫലപ്രദമായ അന്വേഷണം ഈ പഴയ കെട്ടിടങ്ങളെ സംബന്ധിച്ച് നടത്താനും അത്തരത്തിലുള്ള നിർമ്മിതികൾ വളരെ പഴയതും തകർന്നു പോകാൻ സാധ്യതയുമുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മിതികൾ മാറ്റാനും ആവശ്യമായ നടപടി, അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് റെയിൽവേയോടും അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. കേരള ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റാണ് റെയിൽവേ കൈകാര്യം ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട അതോറിറ്റിയെങ്കിലും കേരള ഗവൺമെൻറ്റും ഈ ഗൗരവതരമായ പശ്ചാത്തലത്തെ മനസ്സിലാക്കി ഫലപ്രദമായി ഇടപെട്ട് വൻ ദുരന്തങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്നാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. അതേപോലെ തന്നെ വയനാട് വീണ്ടും മണ്ണിടിച്ചിലും ദുരന്തവും വന്നിരിക്കുകയാണ്. അവിടെ തുരങ്കപാത നിർമ്മിക്കുന്നതിൻ്റെ നേരെ മേലെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി അവിടെയുള്ള കുറേ കുടുംബങ്ങളെ, ഉന്നതികളിലുള്ള, അതായത് പാവപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന ഈ മണ്ണിടിഞ്ഞു വന്ന ഉരുൾപൊട്ടലുണ്ടായ അതിൻ്റെ തൊട്ട് മേലെയുള്ള താമസക്കാരെ ഉൾപ്പെടെ അവിടെ പോളിടെക്നിക്കിലേക്ക് മാറ്റുകയുണ്ട്. ഞങ്ങളവിടെ പോയപ്പോൾ അവരന്ന് പറഞ്ഞത് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ. ഞങ്ങൾ ഉടുത്ത മുണ്ടുമായിട്ട്, ഷർട്ടുമായിട്ട്, സാരിയായിട്ട്, വസ്ത്രവുമായിട്ടാണ് വന്നത്. ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, മറ്റൊന്നും തന്നെ അത് മാറ്റാനുള്ള സാധനം പോലും ഞങ്ങളുടെ കയ്യിലില്ല, ഇതൊന്നും തരാൻ തയ്യാറാവുന്നില്ല എന്ന അമർഷമാണ് അവർ രേഖപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇതുപോലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെട്ട, പ്രത്യേകിച്ചും മലയോര മേഖലയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് അവിടെ പ്രാഥമികമായ ആവശ്യത്തിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അവിടെ ഒരു വിലാപമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവമാണ്. അടിയന്തരമായും അവർക്കാവശ്യമായ ജീവിതത്തിന് വേണ്ടി വരുന്ന എല്ലാ സാമഗ്രികളും, സാധന സാമഗ്രികളും അടിയന്തരമായി
എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം പരിശോധിച്ച് ആവശ്യമായ ക്ലിയറൻസോടുകൂടി തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കണം. എല്ലാ കരുതലോടും കൂടിയാണ് അത് വേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ വളരെ വ്യക്തമാണ്. 10-24 ദിവസം മുമ്പ് തന്നെ ഈ പരിസ്ഥിതി ആഘാതം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വെച്ചുകൊണ്ട് പരിശോധിച്ച് അവിടെയുള്ള കൂട്ടിയിട്ട മണ്ണുൾപ്പെടെ മാറ്റണം എന്ന് ജില്ലാ അതോറിറ്റി പറഞ്ഞിട്ടും അത് മാറ്റാനോ മാറ്റിക്കാനോ സാധിക്കാത്ത സാഹചര്യം കൂടി ഈ ദുരന്തത്തെ കൂടുതൽ സങ്കീർണതയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മല ഇടിഞ്ഞു വന്നു എന്നുള്ളതാണ് ശരിയെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ട മണ്ണ് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ നേരെ പോയി കണ്ടതാണ്. അതിൻ്റെ വലതുഭാഗത്ത് കൂട്ടിയിട്ട മണ്ണ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മണ്ണും അതുപോലെ തന്നെ മല ഇടിഞ്ഞു വന്ന മണ്ണും വെള്ളവും എല്ലാം കൂടി ചേർന്നാണ് ഈ ദുരന്തം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇനിയും 2 പേരെ കണ്ടെത്താനുണ്ട്. ബാക്കിയുള്ളവരെ 6 പേരെയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഞങ്ങൾ പോകുന്ന ദിവസം 3 പേരെയായിരുന്നു കണ്ടെത്തിയിരുന്നത്. അന്നത്തെ ദിവസം തന്നെ 2 പേരെ കൂടി കണ്ടെത്തി. ഇനിയുള്ളവരെ കൂടി കണ്ടെത്തി അടിയന്തരമായും അവിടെ ഈ ഭീതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് ഗവൺമെൻറ് മാറണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കും. ഈ ഇനിയം പദ്ധതിയുടെ കാര്യം ഇതിൻ്റെ ഓഹരി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ CPM-ൽ 2 അഭിപ്രായം ഉണ്ടെന്നൊരു പ്രതീതി. CPIM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25%-ലധികം ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ SEBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചതാണ്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ മംഗലാപുരം സ്പെഷ്യൽ പ്ലെയിൻ യാത്ര ഉൾപ്പെടെയുള്ള അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളോടൊപ്പം ചേർന്ന് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. അദാനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നായിരുന്നു അദ്ദേഹം ആദ്യം വിശദീകരിച്ചിരുന്നത്. അതായിരുന്നില്ല. കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റായിരുന്നു ഈ കരാറുണ്ടാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒപ്പം ചേർത്ത് ഇവിടെ ഞങ്ങളുമായിട്ടാണ് അദാനി ഡീലുണ്ടാക്കുന്നത് എന്ന കാര്യം പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിച്ചു, ഞങ്ങളെല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിവില്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ച് ഞങ്ങൾ 49% ഷെയർ വിറ്റിരിക്കുന്നു എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തുന്നതിന് എന്താണ് അടിസ്ഥാനം? ആ കാര്യം വിശദീകരിക്കാൻ VD സതീശൻ മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത്. ചർച്ചകളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവുന്നു. പതിറ്റാണ്ടുകളായിട്ട് പിടിഞ്ഞ ചർച്ച നടക്കില്ലേ? ഏതെങ്കിലും ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അല്ല, അതിനിപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നതിൽ വ്യത്യാസമില്ലല്ലോ, അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങാതെ ആ ചർച്ച എങ്ങനെയാണ് അവസാനിപ്പിച്ച് ഡീലുണ്ടാക്കി പോയത് എന്ന ചോദ്യം, ആ ചോദ്യത്തിനാണ് ഓഹരി കൈമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് സിബിയുടെ പത്രസമ്മേളനത്തിലല്ലോ പറയേണ്ടത്, നിലപാടല്ലേ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. കേക്ക് ഞാൻ പറയാം. കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയേണ്ടത് അത് വേണോ വേണ്ടിയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നടപടി സ്വീകരിക്കല്ലേ വേണ്ടേ, അല്ലാണ്ട് വർത്തമാനം കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് വളരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കണം എന്നാണ് പാർട്ടിക്ക്.